ഹായ് ഹലോ നമസ്കാരം ആൻഡ് വെൽക്കം ടു രാജേഷ് അബ്ബാർസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എപ്പിസോഡ് കുറച്ച് വ്യത്യസ്തമായ ഒരു എപ്പിസോഡാണ്. അത് കുറച്ച് ഇൻഫർമേഷൻ തരാമെന്ന് വിചാരിച്ചിട്ടാണ്. അതായത് ക്ലാസ്സൊന്നും അല്ല കേട്ടോ. ഞങ്ങളുടെ ഫാമിലിക്ക് ഗുണം ചെയ്തൊരു കാര്യം നിങ്ങൾക്കും കൂടി ഗുണപ്രദമാവുകയാണെങ്കിൽ ആവട്ടെ എന്ന് ഉദ്ദേശിച്ച് ഈ എപ്പിസോഡ് ചെയ്യുകയാണ്. എന്താണെന്നുള്ളത് പറയാം. ഇപ്പോഴും പാലക്കാട് ഒടുക്കത്തെ ചൂട് തന്നെയാണ്. പാലക്കാട് മാത്രമല്ല, കേരളമെമ്പാടും ചൂടാണെന്ന് അറിയാം. പക്ഷേ ഈ വെയിൽ കൊണ്ടുള്ള ഗുണപ്രദമായ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ഈ എപ്പിസോഡ് ചെയ്യുന്നത്. അതായത് സോളാർ എനർജി. ആർക്കും അറിയാത്ത കാര്യമൊന്നുമല്ല. നല്ല രീതിക്കും മോശമായ രീതിക്കും ഒക്കെ സോളാർ എന്നുള്ള വാക്ക് കേരളത്തിൽ പലപ്പോഴായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ വളരെ ഗുണപ്രദമായിട്ടുള്ളൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. എൻ്റെ സുഹൃത്ത് സാജൻ സൂര്യ നേരത്തെ തന്നെ വീട്ടിൽ സോളാർ എനർജി യൂസ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞിരുന്നു ഒരുവിധം നല്ല സേവിങ്സ് ഉണ്ടെന്ന്. അന്ന് ബാറ്ററിയൊക്കെ വെച്ചിട്ടാണ്, അതായത് ഇതുപോലെ പാനൽ വെച്ചിട്ട് താഴെ ബാറ്ററിയിലേക്ക് ഉപയോഗിച്ചിട്ട് അതിൽ നിന്ന് വരുന്ന ജനറേറ്റ് ചെയ്യുന്ന പവർ വീട്ടിൽ തന്നെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവും, അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി പറയാം. ഇപ്പോൾ ഉള്ളത് ഒരു പുതിയ കോൺസെപ്റ്റാണ്. അതായത് നമ്മുടെ വീട്ടിൽ നമ്മുടെ സോളാർ പാനൽസ് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി നമ്മൾ KCBയിലേക്ക് കൊടുക്കുന്നു. അതായത് ഇവിടെയുള്ള ഗ്രിഡിലേക്ക് നമ്മൾ കൊടുക്കുന്നു. അതിന് നമ്മൾ എത്ര കൊടുത്തു നോക്കിയിട്ട് പിന്നീട് നമ്മളിവിടെ വീട്ടിൽ ഉപയോഗിച്ച് നോക്കിയിട്ട് രണ്ടും കൂടി താരതമ്യപ്പെടുത്തിയിട്ട് അതിൽ വ്യത്യാസം വരുന്നത് എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കാനുണ്ടെങ്കിൽ കൊടുത്താൽ മതി. പക്ഷേ ഇങ്ങോട്ട് കൊടുക്കാനുണ്ടെങ്കിൽ ഒരു വർഷത്തിൻ്റെ അവസാനം നമുക്ക് തരാനുള്ളത് തരും എന്നുള്ളതാണ് പറഞ്ഞത്. എൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിൽ കുറച്ച് അപ്പുറത്ത് റെനി എന്ന് പറഞ്ഞിട്ടുള്ളൊരു നെയ്ബറുണ്ട്. അദ്ദേഹമാണ് ഈ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളിൽ ആദ്യമായിട്ട് ഇത് സോളാർ ചെയ്തത്. അദ്ദേഹം നല്ല ഹെവി ആയിട്ടാണ് ചെയ്തത്. ബിക്കോസ് അദ്ദേഹത്തിന് കുറച്ച് കമേഴ്ഷ്യൽ പ്രോപ്പർട്ടീസും ഉണ്ട്, അവിടേക്കും കൂടി ഉപയോഗിച്ചിട്ട് ചെയ്തിട്ട്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു എങ്ങനെയുണ്ട് സേവിങ്സ് എന്ന്. അദ്ദേഹം പറഞ്ഞു നല്ല സേവിങ്സ് ആണ്, ഓൾമോസ്റ്റ് നില്ലാണെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും അറിയാം നമുക്ക് പൊള്ളുന്ന വിലയാണ് എല്ലാത്തിനും. അതിപ്പോൾ ഇലക്ട്രിസിറ്റി ആണെങ്കിലും ശരി, പൊള്ളുന്ന വിലയാണ്. ഒരു ഫാൻ ഓൺ ചെയ്യുക അല്ലെങ്കിൽ ഒരു AC ഓൺ ചെയ്യുക, എന്ത് പറഞ്ഞാലും നമുക്കൊരു ടെൻഷനാണ്. AC ഒരു 30 മിനിറ്റ് ഓൺ ചെയ്ത് വയ്ക്കുമ്പോഴേക്കും പിന്നെ റൂം തണുത്തുമല്ലോ ഒന്ന് ഓഫ് ചെയ്യുക പറഞ്ഞിട്ട് ഓഫ് ചെയ്യണം. ഈ ചൂടിലാണെങ്കിൽ ഇടാതിരിക്കാനും വയ്യ. അപ്പോൾ ഞാൻ ഈ പറയുന്നത് വളരെ മിനിമൽ യൂസേജ് മാത്രമുള്ളവർക്കൊന്നും വലിയ ഉപയോഗം വരില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു 3000-4000 അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ ഇപ്പോൾ എൻ്റെ വീട് തറവാട് വീടാണ്. അപ്പോൾ പലപ്പോഴും റിലേറ്റീവ്സൊക്കെ മൊത്തം വന്ന എല്ലാ റൂമും ഫുള്ളാവും. അപ്പോൾ എല്ലാ റൂമും കൂടി വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇവിടെ 6 ബെഡ്റൂമാണ്. ഇത് വലിപ്പത്തിന് വേണ്ടി പറഞ്ഞല്ല, എന്താ പറഞ്ഞാൽ പഴയ തറവാട് സ്റ്റൈലാണല്ലോ. അപ്പോൾ അത്രയും കുടുംബക്കാരുണ്ട്. അവർ വന്ന് യൂസ് ചെയ്യാൻ തുടങ്ങിയെന്നുണ്ടെങ്കിൽ നമുക്ക് ബൈ മന്ത്ലി തന്നെ ചിലപ്പോൾ 10-12 ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നപ്പോൾ റെനിയോട് ഡിസ്കസ് ചെയ്ത് പറഞ്ഞു എന്തായാലും സേവിങ്സ് ഉണ്ടാവുമെന്ന്. അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു ഏതായാലും ഇവിടെ സോളാർ അങ്ങോട്ട് കയറ്റി വിടാം. അപ്പോൾ ഏതായാലും അത് ഓർഡർ ചെയ്ത ഉടനെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ അവർ മൂവ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആ ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് ഒന്ന് കണ്ടു നോക്കും. അങ്ങനെ പാനൽസ് കൊണ്ടൊന്ന് ഇറക്കിയിരിക്കുകയാണ്. 9 പാനൽസ് ഉണ്ട്. ഇന്ന് ഡേറ്റ് മാർച്ച് 29. ഈ ഡേറ്റുകൾ പറയണത് എന്തിനാണ് പറഞ്ഞാൽ ഒരാഴ്ച മുമ്പാണ് ഇവർക്ക് അഡ്വാൻസ് കൊടുത്തത്. ഏകദേശം ഒരാഴ്ച കൊണ്ട് പാനൽസ് ഇറക്കി കഴിഞ്ഞു. ഇന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വർക്കേഴ്സ് വരുമോ നോക്കാം. എപ്പോഴെങ്കിലും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും ഒരു ഏകദേശം ഊഹം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഡീറ്റെയിൽസ് എല്ലാം പറയുന്നത്. പിന്നെ ഇതിന് ഇൻവേർട്ടറും അവർ ഡെലിവറി ചെയ്തിട്ടുണ്ട്. ഇൻവേർട്ടറും പാനൽസും എത്തിയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് നോക്കാം. അപ്പോൾ അത് മുകളിൽ ഫിറ്റ് ചെയ്യാനുള്ള ആൾക്കാർ എത്തിയിട്ടുണ്ട്. അവർ സാധനങ്ങളൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുക. ഇവിടേക്ക് ലാഡർ വെക്കാനും കുറച്ചും കൂടെ എളുപ്പമായിരിക്കും അല്ലേ? ഇതിൽ ലാഡർ വെക്കാനും എളുപ്പമാണ്. നമുക്ക് ഈ സ്ലൈഡിങ് ഡോർ വരുന്നുണ്ട്. ഇത് ഈ ഷീറ്റിൻ്റെ ഇടയിലിട്ട് കട്ടിയത് കുറേ കഴിയുമ്പോൾ പ്രശ്നമാവും, വെള്ളം ചാടുന്നു. ഇതിപ്പോൾ ഇതിൽ നിന്ന് നേരെ ഈ റിഡ്ജ് ഉണ്ട് മുകളിൽ, അതിനടിയിലേക്ക് നേരെ സ്ലൈഡ് ചെയ്ത് പോകുമ്പോൾ സുഖം. ഞാൻ ലീക്ക് എന്നുള്ള പ്രശ്നം വരും. ഇത് ഷീറ്റ് ടു ഷീറ്റ് കയറാൻ പാടാണ്. ഇതിപ്പോൾ അത്ര ഹൈറ്റ് വരില്ല, ഇതിനകത്താണ് വരുന്നത്. ഈ ഹൈറ്റേ വരുന്നത്. ഇന്ന് ഡയറക്റ്റ് സാറിന് നേരെ വാക്ക് വേലിക്കാണ് കയറാം. ഡയറക്റ്റ് ഒരു കോണിയിട്ട് എത്ര അടി 8 അടിയുടെ കോണിൻ്റെ എനിക്ക് ഡയറക്റ്റ് വാക്ക് വേലിക്കാണ് കയറി. അതുവരെ ഇപ്പോൾ ഇത് പകുതി 5 അപ്പുറത്തും
4 ഇപ്പുറത്ത്. ഇതാണ് സൺലൈറ്റിന് ഏറ്റവും നല്ല ഏരിയ അല്ലേ? നല്ല ക്ലിയർ പ്ലേസ് ആണ്. ഇത് പറയുമ്പോഴത്തേക്കും അവിടെ ക്ലിയർ ആയിട്ട് വരുന്നത്. ഓ, ഇതിപ്പോ ഇവിടെ ഈ മാവിൻ്റെ ഇതൊക്കെ വരും കുറെ കഴിയുമ്പോൾ. ഇത് വേറെ ഒന്നുമല്ല, ഞാൻ യൂട്യൂബിന് വേണ്ടി ചെയ്യാൻ കേട്ടോ. സോളാർ നമ്മൾ വീട്ടിൽ ചെയ്യാൻ പറയുമ്പോൾ ബാക്കിയുള്ള ആൾക്കാർക്കും കൂടി ഒരു ഐഡിയ കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ട്. അങ്ങനെ ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് കണ്ടുവല്ലോ. അതാ ബാക്കിൽ കാണുന്നത് ഇതിൻ്റെ യൂണിറ്റ്സാണ്, സോളാറിൻ്റെ യൂണിറ്റും അതിൻ്റെ കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞെന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തിൽ എത്ര നമ്മൾ ഉൽപ്പാദിപ്പിച്ചു, അതായത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പാനൽ എത്ര ഉൽപ്പാദിപ്പിച്ചു എന്ന് അറിയാൻ പറ്റും. ഇതിൻ്റെ ഒരു ആപ്പ് ഉണ്ട്. ആപ്പ് വഴി നമുക്ക് മൊബൈൽ ഫോണിൽ തന്നെ അറിയാൻ പറ്റും എത്രത്തോളം ഒരു ദിവസത്തിൽ നമുക്ക് പവർ കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ അഥവാ മഴയോ അല്ലെങ്കിൽ വെയിലിൻ്റെ കമ്മി കാരണം എന്തെങ്കിലും പവറിൽ കുറവ് വന്നിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു ആപ്പും ഉണ്ട്. അതുപോലെ തന്നെ ദാ ഈ ബാക്കിലുള്ളതൊക്കെ അതിൻ്റെ യൂണിറ്റ്സാണ്. പിന്നെ ഇത് അതിൻ്റെ തന്നെ ഒരു മീറ്ററാണ്. ഇത് KCB സ്പെഷ്യലായിട്ട് വയ്ക്കുന്ന മീറ്ററാണ്. ഈ മീറ്ററിൽ അറിയാൻ പറ്റും നമ്മളെത്ര നമ്മളെത്ര ഉൽപ്പാദിപ്പിച്ചു, പിന്നെ നമ്മളെത്ര യൂസ് ചെയ്തു. ഉൽപ്പാദിപ്പിക്കുന്നതിൽ മാത്രമല്ല, നമ്മൾ നേരെ ഗ്രിഡിലേക്കാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ KCB തന്നെയാണ് ഇവിടേക്ക് കറണ്ട് വരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ബില്ല് എത്താറായിട്ടില്ല. അതുകൊണ്ട് ബില്ല് എത്തിക്കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും എന്തായാലും ഒരു ഷോർട്ട് വീഡിയോ എങ്കിലും ചെയ്തിട്ട് പറയാം വ്യത്യാസം എത്ര വന്നിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ ഈ യൂണിറ്റിൽ നമ്മൾ പ്രസ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം 25 kW ഒരു ദിവസത്തിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ല സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള പവർ ജനറേഷൻ വരുന്നുണ്ട്. ഇവിടെ വെച്ചിരിക്കുന്നത് 5 കിലോവാട്ടിനുള്ളതാണ്, 5 പാനൽസ് വെച്ചിരിക്കുന്നത്. കൊച്ചു വീടൊക്കെ ആണെങ്കിൽ അവർ 2 അല്ലെങ്കിൽ 3 മതി എന്ന് പറഞ്ഞു. ഇത് പഴയ തറവാട് സ്റ്റൈൽ വീടായതുകൊണ്ട് നമ്മൾ ഇത്രത്തോളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. നിങ്ങൾ ഇൻസ്റ്റലേഷൻ കണ്ടുവല്ലോ. അപ്പോൾ ഇത്രത്തോളം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ ഇത്രയൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് നമുക്ക് ലാഭം എത്ര വന്നു എന്നുള്ളതാണ്. പിന്നെ ഞങ്ങൾ കണക്കാക്കിയിരിക്കുന്നത് ഏകദേശം ഒരു 3 അല്ലെങ്കിൽ 3.5 വർഷം അല്ലെങ്കിൽ 4 വർഷത്തിൻ്റെ ഉള്ളിൽ നമ്മളിതിനു വേണ്ടി ചിലവാക്കിയ പൈസ മൊത്തമായിട്ടും നമുക്ക് ബ്രേക്ക് ഈവൺ ആവും. പിന്നെ മുന്നോട്ട് പോകുമ്പോൾ ഇത് ഫുൾ ലാഭമാണ്. അപ്പോൾ 25 വർഷത്തിൻ്റെ വാറൻറ്റി ഗ്യാരൻറ്റിയാണ് ഇവർ തരുന്നത്. ഇതേ വീട്ടിന് മുകളിൽ കാണാം,
അവിടെ സോളാർ പാനൽ കാണാം. അപ്പോൾ മൂപ്പര് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പവർ. അപ്പോൾ ഏതായാലും 25 വർഷം 30 വർഷം എന്നൊക്കെ പറയുമ്പോൾ ഒരു ഫാമിലിക്ക് ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ഒരു 10,000-12,000 റുപ്യ ബില്ല് വരിക, അല്ലെങ്കിൽ ഒരു 5,000 റുപ്യ ബില്ല് വരുമ്പോൾ നമുക്ക് ഏകദേശം 200 റുപ്യ 150 വരില്ല, അല്ലെങ്കിൽ 250 വരുള്ളൂ, മിനിമം ചാർജ് വരുള്ളൂ എന്ന് പറയുമ്പോൾ അത് ചെറിയ സേവിങ്സ് അല്ല. അപ്പോൾ നമ്മൾ ലോങ് ടേം നോക്കിയിട്ട് ഉടനെയുള്ള ലാഭമല്ല, ചിലപ്പോൾ ഒരു മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ അല്ലെങ്കിൽ 4 മാസം ഒരു വർഷം കൊണ്ടോ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ബില്ലുകൾ കുറയാൻ തുടങ്ങും. പക്ഷേ ഒരു 4 വർഷം കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ലാഭം മാത്രമാണ്. അപ്പോൾ ഒരു കുടുംബം എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ആലോചിക്കുന്ന, ഒരു വണ്ടി വാങ്ങുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് 5 മാസം 6 മാസത്തെ കാര്യമില്ലല്ലോ, എത്ര വർഷം കൊണ്ട് നമുക്ക് ഗുണം ചെയ്യും. അല്ലെങ്കിൽ ഒരു വീട് വയ്ക്കുമ്പോൾ നമ്മൾ ആലോചിക്കുന്ന ഒരു ലോങ് ടേം എസെറ്റായിട്ടല്ലേ. അപ്പോൾ ആ ലോങ് ടേം എസെറ്റായ വീടിന് ഒരു ലോങ് ടേം എസെറ്റായിട്ട് സോളാർ വെച്ചാൽ നിങ്ങൾക്കും ഗുണം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉറപ്പായിട്ടും ഇവിടുത്തെ ബില്ല് വരുമ്പോൾ ഞാനൊരു ഷോർട്ട് വീഡിയോ എങ്കിലും ചെയ്യാം, നേരത്തെയുള്ള ബില്ല് വെച്ച് കമ്പയർ ചെയ്തിട്ട് ഇപ്പോൾ വരുന്ന ബില്ലുകൾ എങ്ങനെയാണ് മാറുന്നുണ്ട് എന്നുള്ളത് 1-2 ചെയ്യാം. ആദ്യത്തെ നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഒരു പകുതി മാസമെങ്കിലും, ഒരു മാസത്തോളം നമ്മൾ നോർമൽ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സോളാർ ജനറേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന ബില്ലിൽ ഒരു പകുതി ആയിരിക്കും, ഇതിൻ്റെ ഫുൾ എഫക്റ്റ് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ആ ബില്ല് ഞാൻ പറയാം, അത് കഴിഞ്ഞിട്ടുള്ള ബില്ലും കൂടി ഞാൻ പറയാം. അപ്പോൾ നമുക്കറിയാമല്ലോ ഇത് ഗുണം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ആരാണോ, ഇതൊരു പ്രൊമോഷണൽ എന്താ പറയുക വീഡിയോ അല്ല, ഞാൻ കമ്പനിയെക്കുറിച്ചോ ഏതാ കമ്പനി എന്നൊന്നും പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾക്ക് ഞാൻ പിന്നീട് ലാഭം കിട്ടിയെന്ന് അറിയിക്കുമ്പോഴോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ മെസ്സേജ് അയക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ യൂട്യൂബിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ പേഴ്സണലായിട്ട് റിപ്ലൈ ചെയ്യാം ഏതാ കമ്പനി എന്നൊക്കെ ഉള്ളത്. ഇത് ഷെയർ ചെയ്തത് വേറൊന്നുമല്ല, ഇന്നത്തെ കാലത്ത് എല്ലാത്തിൻ്റെയും വില കൂടി വരുമ്പോൾ ഓരോ സാധനത്തിനും നമ്മൾ വീട്ടു ഉപകരണങ്ങളും സാധനങ്ങളും ഭക്ഷിക്കുന്ന സാധനങ്ങളും ഇലക്ട്രിസിറ്റി വെള്ളം എല്ലാം വില കൂടി വരുമ്പോൾ എന്തെങ്കിലും ഒരു ലാഭം വരുന്നത് എന്തായാലും ഒരു കുടുംബത്തിനൊരു ആശ്വാസമാണ്, നമുക്കൊരു ആശ്വാസമല്ലേ. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ടാണ്, ഒരു നല്ല കാര്യമാണെന്ന് വിചാരിക്കുന്നു. സോ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട്, എൻ്റെ ഒരു ഫാമിലിയായ നിങ്ങളുമായിട്ട്, എൻ്റെ സബ്സ്ക്രൈബേഴ്സായ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാനുള്ള സമയമായി. എപ്പോഴും പറയാറുള്ളത് പോലെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു രാജേഷ് അബ്ബാർസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ഇപ്രാവശ്യത്തെ ഒരു ഇൻഫർമേഷൻ തരുന്ന ഒരു എപ്പിസോഡായിരുന്നു. ഇതുപോലുള്ള എന്തെങ്കിലും നല്ല ഇൻഫർമേഷൻ തരാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ കൂടുതൽ എപ്പിസോഡ്സുമായിട്ട് വരാം. അതല്ലാതെ തന്നെ എൻ്റർടൈൻമെൻറ്റ്, ഇൻഫർടൈൻമെൻറ്റ് എല്ലാമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. സോ ആസ് ഐ ഓൾവേസ് സേ, കീപ് വാച്ചിങ് മൈ എപ്പിസോഡ്സ് ആൻഡ് ലവ് യു ഓൾ. ബൈ.